വീണ്ടും വി ഡി സതീശന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു. ബത്തേരിയിൽ വി ഡി സതീശന് അനുകൂല പ്രകടനം പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ. വൈകിട്ട് 5 മണിയോടെ ബത്തേരി നഗരത്തിലാണ് റാലി നടത്തുക. കോൺഗ്രസ് സംരക്ഷണ റാലി എന്ന പേരിലാണ് പ്രകടനം. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, ബത്തേരിയുടെ MLA RC KC എന്നാണ് പ്രിഫറൻസിൽ രേഖപ്പെടുത്തിയത്. വി ഡി സതീശന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ബത്തേരിയിലും വി ഡി സതീശന് അനുകൂല പ്രകടനം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ശക്തമായ നിർദ്ദേശമുണ്ട്. KPCC റിപ്പോർട്ട് കൊടുക്കണം അതാതിടങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് എന്നുള്ളതാണ്. ഇന്നലെ ഇടുക്കിയിൽ നടപടിയുണ്ടാവുന്നതും കണ്ടു. ഇന്നിപ്പോൾ KPCC വിലക്ക് ലംഘിച്ച് പ്രകടനം നടത്താൻ ആരാണ് മുന്നിട്ട് വന്നിരിക്കുന്നത്? നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ? ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സുൽത്താൻ ബത്തേരിയിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ വി ഡി സതീശൻ അനുകൂല പ്രകടനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കോൺഗ്രസ് സംരക്ഷണ റാലി എന്ന പേരിലാണ് പ്രകടനം വൈകിട്ട് 5 മണിയോടുകൂടി സംഘടിപ്പിക്കുന്നത്. ഉയിർപ്പും നൽകിയ വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ, നമുക്ക് ഒരുമിച്ച് നാടിനൊപ്പം നിലപാടിനൊപ്പം എന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിയാണ് സുൽത്താൻ ബത്തേരിയിൽ വൈകിട്ട് 5 മണിയോടുകൂടി അസംഷൻ ജംഗ്ഷനിൽ കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ പ്രകടനം നടത്തുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി കോൺഗ്രസ് നേതാക്കന്മാരും ഒപ്പം പ്രവർത്തകർ അടക്കമുള്ള ആളുകളോട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വയനാട് സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ചിടത്തോളം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിൽ നിന്ന് ജയിച്ചു കയറിയത്. പക്ഷേ നേരത്തെ പുറത്തു വന്ന ലിസ്റ്റിൽ KCയും അതുപോലെ തന്നെ RCയും രണ്ടാളുകൾക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് IC ബാലകൃഷ്ണൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ പുറത്തു വന്നതാണ്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ബത്തേരിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. ശരി, താങ്ക് യു. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബത്തേരിയിലും കോൺഗ്രസിലെ ചില പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു. കോൺഗ്രസ് സംരക്ഷണ റാലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പ്രകടനം നടത്താൻ പോകുന്നത്. പക്ഷേ അത് വി ഡി സതീശൻ അനുകൂലികളുടെ പ്രകടനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വിഭാഗം വി ഡി സതീശൻ അനുകൂലമായിട്ടും മറ്റൊരു വിഭാഗം KCക്ക് അനുകൂലമായിട്ടും എത്തുന്നു. ബാക്കി ഗ്രൂപ്പുകളെല്ലാം അപ്രസക്തമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ അവസാനിക്കാനാണ് സാധ്യത. കുറച്ച് ദിവസങ്ങൾ കൂടി അലയൊലികളൊക്കെ ഉണ്ടാവും. ചില ഡ്രാമാറ്റിക് ആയിട്ടുള്ള ട്വിസ്റ്റും ടേണും ഒക്കെ കാണാം. ഇന്നലെ ആത്മഹത്യക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ പെട്രോൾ എടുത്ത് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെയുള്ള എന്തെല്ലാം നാടകങ്ങൾ കേരളം കണ്ടിരിക്കുന്നു. പക്ഷേ 91-ന് ശേഷം ഒരു നേതാവ് ഒരു പ്രധാനപ്പെട്ട പദവിയിലെത്തുന്നത് സംബന്ധിച്ച് ഇതാദ്യമായിട്ടാണ് കോൺഗ്രസ് ഉള്ളിൽ തെരുവിലേക്ക് അടിപൊട്ടുന്നത്. അതാണ് ഇപ്പോൾ വലിയ ആശങ്കയായിട്ട് മാറിയിരിക്കുന്നത്. എന്തായിരിക്കും KCയെ തീരുമാനിച്ചാൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ എടുക്കാൻ പോകുന്ന തീരുമാനം? എന്തായിരിക്കും രമേശ് ചെന്നിത്തല എടുക്കാൻ പോകുന്ന തീരുമാനം? ഇനി VD ആണെങ്കിൽ എന്തായിരിക്കും രമേശ് ചെന്നിത്തല എടുക്കാൻ പോകുന്ന തീരുമാനം? കാര്യം KC കേരളത്തിൽ ഇല്ലല്ലോ. KC MP ആയിട്ടിരിക്കുന്നത് കൊണ്ട് ആ അർത്ഥത്തിൽ VD ആണ് വരുന്നതെങ്കിൽ നേരിട്ടുള്ള ഒരു പ്രതികരണം KCയുടെ ഭാഗത്തുനിന്നുണ്ടാവാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഓർഗനൈസിംഗ് സെക്രട്ടറിയായി തുടരുന്ന സാഹചര്യത്തിൽ. പക്ഷേ RCയുടെ നിലപാടെടുക്കേണ്ടി വരും. കേരളത്തിലെ MLA-മാരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം. ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് ത്രില്ലറായി കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സമയം 8 മണി കഴിഞ്ഞ് 19